ഇതുപോലത്തെ കാര്യം ലോകത്തെങ്കിലും നടക്കുമെന്ന് പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന സംഭവങ്ങൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് നടക്കുകയാണ്. ഒറ്റയടിക്ക് വന്നിട്ട് സ്വന്തം അനിയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് അവന് ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് ഒറ്റയടിക്ക് ആ ക്രൂവാലിറ്റി അല്ലേ. ഞാൻ എന്താ പറയുന്നറിയാമോ, എങ്ങനെ സംഭവിക്കുന്നു, എന്താണ് നമുക്ക് സംഭവിച്ചത് എന്നുള്ളതിന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഹൈ ടൈം ഫോർ അസ്. അവിടെയാണ് ഞങ്ങളുടെ ഈ ഫാമിലി സ്റ്റോറീസ് എന്ന് പറയുന്ന സിനിമ, ബന്ധങ്ങൾ പറയുന്ന ഫാമിലിനെ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, സിനിമ എല്ലാ സംഘടനകളും ഒരുമിച്ച് ഇതിനെ സഹായിക്കാറുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് അവർ ആന്തോളജി, കൂട്ടായ സിനിമകളിലൂടെ വരുന്ന ഒരു സിനിമ, അതാണല്ലോ ആന്തോളജി. അപ്പോൾ അത് തന്നെ ഒറ്റ സിനിമയല്ലല്ലോ, ഒറ്റ കഥയല്ലല്ലോ, പല കഥകളും കൂടി കൂട്ടിയാണ്. അപ്പോൾ കൂട്ടായ്മയുടെ കഥ പറയുന്നത് കൂട്ടായി തന്നെ ഞങ്ങൾ കഥകളുമായിട്ട് വന്ന് നിങ്ങളിലേക്ക് എത്തുകയാണ് വന്നിട്ട്. അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇതൊരു ടോട്ടലി ഒരു എക്സ്പെരിമെൻ്റൽ ഇൻഡിപെൻഡൻറ്റ് സിനിമയാണ്, ലോ ബഡ്ജറ്റ് സിനിമയാക്കിയിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്ത് ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ട് റൈറ്റ് ടൈമിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു സാധനമാണ്, കൺസെപ്റ്റാണ് ഫാമിലി സ്റ്റോറീസ്. പെട്ടെന്ന് തന്നെ അത് ക്ലിക്കാവുന്ന ഒരു പേരാണ്. ഉറപ്പായിട്ടും ഫാമിലി സ്റ്റോറീസ്. ഇവരുടെ ഫാമിലി സ്റ്റോറീസ്, സിനിമാക്കാരെല്ലാവരും ഒരുമിച്ച് എഴുതുന്ന ഫാമിലി സ്റ്റോറീസ്, മോഹൻലാലിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെടുന്ന ഫാമിലി സ്റ്റോറീസ്. സിനിമയിലെ സകല മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തും എല്ലാവരും. പുതിയ ആൾക്കാർക്ക് അതിനകത്ത് സ്പേസ് ഉണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരുന്ന അതേ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യും. അതേ സമയത്ത് ഞങ്ങളുടെ അസോസിയേഷനുള്ളവർക്ക് ഞങ്ങൾ ചാൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയതായിട്ടുള്ള ഒരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഫാമിലി സ്റ്റോറീസ്. എല്ലാവരുടെയും കൂടി ഉള്ള ഒരു പ്രോജക്റ്റാണ്. അത് ഒരാളുടെ അല്ല. അമ്മയിലുള്ള എന്താണ് താരങ്ങൾക്ക് പ്രത്യേക അവർക്കാണ് അത്, അവർക്ക് വഴിയെടുക്കുന്നവരാണ്. അപ്പൊ അതിനകത്ത് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ, അതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓൺലി വൺ ആൻഡ് വൺ മോഹൻലാൽ. The presence. അവിടെ